കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കാൻ പരാതിയുമായി മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ സമീപിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെയുള്ള ശീതസമരം തുടരുന്നതിനിടയിലാണ് കോൺഗ്രസിനെയും UDF-നെയും വെട്ടിലാക്കിയുള്ള ശശി തരൂർ MP-യുടെ ലേഖനം. UDF-ന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. 2 തവണ ഭരണം നഷ്ടപ്പെട്ടിട്ടും UDF-ൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം. നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള പോരാണ് ഇപ്പോൾ ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കന്മാർ സ്വയം മത്സരിക്കുന്നത് അണികളെയും വിദ്വേഷത്തിലാക്കിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായി നിന്നാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ലീഗിന് മുന്നിലുള്ളത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുറപ്പിക്കാൻ കഴിയും. എന്നാൽ ചേരിപ്പോരും തമ്മിലടിയും വിജയസാധ്യത തല്ലിക്കെടുത്തുമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു തുടങ്ങി. മാത്രമല്ല, ലീഗിന്റെ പരാതികൾ അറിയിക്കാൻ സംസ്ഥാനത്ത് ഒരു നേതാവില്ലാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ലീഗ് നേതാക്കൾ എത്തുന്നത്. പ്രതിസന്ധി പരിഹരിക്കാനോ ചർച്ച ചെയ്യാനോ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കാണേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് UDF വിടാൻ സാധ്യതയില്ല. എന്നാൽ തിരുത്തൽ ശക്തിയായി മാറാൻ തന്നെയാണ് ലീഗ് നേതാക്കന്മാരുടെ തീരുമാനം. രാഹുൽ ഗാന്ധി, ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ കാണാൻ ലീഗ് നേതാക്കൾ അനുമതി തേടിക്കഴിഞ്ഞു. തരൂരിനോട് വിയോജിപ്പില്ല എങ്കിൽ പോലും ലേഖനം അനവസരത്തിലായിപ്പോയി എന്ന നിലപാടിലാണ് ലീഗ് നേതാക്കൾ. സമ്മർദ്ദതന്ത്രം വഴി കോൺഗ്രസിനെ മെരിക്കാനാണ് ലീഗ് നേതാക്കളുടെ നീക്കം. ഇതിന് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.